കോഴിക്കോട് പുതിയങ്ങാടിയിൽ മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ ലഹരിക്കടിമയായ പിതാവ് അറസ്റ്റിൽ. തണിക്കൽ ബീച്ച് സ്വദേശി ജാഫറിനെയാണ് എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ജാഫർ മകന്റെ കഴുത്തറുക്കാൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. വിശദാംശങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നു. റിയാസ്, മകനെ കഴുത്തറുത്ത് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പിതാവ് അറസ്റ്റിലായിരിക്കുന്നത്. ലഹരിക്ക് അടിമയായിട്ടുള്ള പിതാവാണ് അറസ്റ്റിലായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ജാഫറിനെ മകന്റെ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തി അടക്കം ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിരിക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അത്താണിക്കൽ ബീച്ച് സ്വദേശിയായ ജാഫറിന്റെ അറസ്റ്റാണ് എലത്തൂർ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ ഇയാളെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ ജാഫറിനെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയും രാത്രി തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് ഉൾപ്പെടെ വിധേയമാക്കുകയും എല്ലാം ചെയ്തിരുന്നു. അതിനുശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ വൈകിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തിരുവത്ത് ബസാറിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് മകൻ ജംഷീദിന്റെ കഴുത്തിറക്കുന്ന ഒരു സാഹചര്യം പിതാവായ ജാഫറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ജാഫർ ലഹരിക്കടമയാണെന്ന് നാട്ടുകാരും ഒപ്പം തന്നെ പോലീസും എല്ലാം തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ഇയാൾ ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഇയാൾ മകന്റെ കഴുത്തിറക്കാൻ ഉപയോഗിച്ച സ്റ്റീൽ കത്തി പോലീസ് കണ്ടെടുത്തു എന്നുള്ളതാണ്. ആ സ്റ്റീൽ കത്തിയും ഈ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം തന്നെ കോടതിയിൽ പോലീസ് മറ്റ് റിമാൻഡ് റിപ്പോർട്ടിൽ ഇക്കാര്യം പറയുന്നുണ്ട്. പിന്നീട് അത് കോടതിയിൽ സമർപ്പിക്കും. ഇയാളെ ഇനിയിപ്പോൾ തെളിവെടുപ്പിനെ കസ്റ്റഡിയിൽ വാങ്ങണോ എന്ന കാര്യമെല്ലാം തന്നെ അന്വേഷണ സംഘം ആലോചിച്ചു വരികയാണ്. കോഴിക്കോട് എലത്തൂർ പോലീസാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം, 4 മണി കഴിഞ്ഞ് 4:15 ഈ ഒരു സംഭവം തിരുവത്ത് ബസാറിലെ ബന്ധുവീട്ടിൽ വെച്ച് നടക്കുന്നത്. രണ്ടുപേരും തോണിയിൽ പോയി ഉപജീവനം നടത്തുന്നവരായിരുന്നു. പിതാവ് ജാഫറും മകൻ ജംഷീദും. പിന്നീട് സാധാരണ പോലെ ജംഷീദ് തൊഴിൽ കഴിഞ്ഞ് ഈ ബന്ധുവീട്ടിലെ വാടക വീട്ടിലാണ്, ബന്ധുവിൻ്റെ വാടക വീട്ടിലാണ് ഇവർ താമസിക്കുന്നത്. ആ താമസിക്കുന്ന ഇടത്തേക്ക് വന്ന് കുളിച്ച് ഇരിക്കുന്ന സമയത്താണ് പിതാവായ ജാഫർ എത്തുകയും സ്റ്റീൽ കത്തിയെടുത്ത് മകൻ്റെ കഴുത്തറക്കുകയും ആ അറുത്ത കഴുത്തിൻ്റെ ഭാഗം പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതക ശ്രമമായിരുന്നു നടന്നത്. ജംഷീദിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് ജംഷീദ്. അതിനിടെയാണ് പിതാവായ ജാഫറിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ തന്നെ വലിയൊരു ഞെട്ടലുളവാക്കിയ ഒരു സംഭവമായിരുന്നു. ഇന്നലെ ഈ ഒരു വാർത്ത പുറത്തുവിടുന്നത് കേരള വിഷൻ ന്യൂസ് ആയിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് അറസ്റ്റ് നടപടികളിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് ആലോചിക്കുമെന്നുള്ളതാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത്. വൃന്ദ, മകന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ് അല്ലേ? തീർച്ചയായും മകൻ ജംഷീദിന്റെ ആരോഗ്യാവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, നാട്ടുകാർ പറയുന്നത് ഈ പ്രതിയായിട്ടുള്ള ജാഫർ, പിതാവായിട്ടുള്ള ജാഫർ പലപ്പോഴും ലഹരി ഉപയോഗിച്ചു വന്ന് ഇയാളുടെ ഭാര്യയെ അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പരിസരവാസികളെല്ലാം തന്നെ പറയുന്നുണ്ട്. അതേക്കുറിച്ചും പോലീസ് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. മാത്രമല്ല, ഈ മകൻ ജംഷീദിനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു സാഹചര്യം നിലവിലത് പോലീസ് പ്രാഥമികമായ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് കുടുംബ പ്രശ്നമാണ്. അതായത് ഇവർ തമ്മിലുള്ള വാക്കുതർക്കം ഇവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയുടെ ഫലമാണ്. അപ്പോഴും ഒരു പിതാവിന് എങ്ങനെ ഇത്ര ക്രൂരമായി മകനെ കഴുത്തറക്കാൻ കഴിയുന്നു എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. വളരെ ഞെട്ടലുളവാക്കുന്ന സംഭവം നമ്മൾ സമീപകാലത്ത് താമരശ്ശേരിയിൽ ഉൾപ്പെടെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉൾപ്പെടെ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ആക്രമണങ്ങൾ കണ്ടിട്ടുണ്ട്. താമരശ്ശേരിയിൽ ഒരു കിടപ്പുരോഗിയായ ഉമ്മയെ മകൻ വെട്ടിക്കൊല്ലുന്ന ഒരു ക്രൂരമായ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിന് പിന്നാലെ ഷഹബാസ് എന്ന് പറയുന്ന 15 വയസ്സ് മാത്രമുള്ള വിദ്യാർത്ഥിയെ സഹപാഠികൾ സംഘർഷമുണ്ടാക്കിയ ആ സംഘർഷത്തിൽ ഷഹബാസ് കൊല്ലപ്പെടുന്ന സാഹചര്യമെല്ലാം തന്നെ വളരെ വേദനയോടുകൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇപ്പോഴത്തെ ഒരു പിതാവ് മകനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു വളരെ ദയനീയമായ ക്രൂരമായ ഒരു കാഴ്ച. ലഹരിയുടെ വിപത്ത് എത്രമാത്രം വലുതാണ്, അതിൻ്റെ അപകടം എത്രമാത്രം വലിയ തോതിലാണ് ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ഇത്തരം സംഭവങ്ങൾ നിരന്തരം ആവർത്തിക്കുന്നതിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. വൃന്ദ, റിയാസ് കെ മാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.